ഈ വർഷം നമ്മുടെ തെങ്ങിൻ തൈകൾക്ക് വളമിടാൻ വേണ്ടിയുള്ള തടമെടുത്തിരിക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കാണ് തെങ്ങിൻ തൈകളുള്ളത്. അതുകൊണ്ട് വർഷാവർഷം നമ്മൾ തടമെടുക്കുകയും വളമിട്ട് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഈ റബ്ബറിൻ്റെ പന്ന വേര് ഇറങ്ങിയിട്ടേ ഈ വളം വലിച്ചെടുക്കുക. അപ്പോൾ സൈഡെല്ലാം അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വർഷവും നമ്മളങ്ങനെ ചെയ്താൽ ഈ തെങ്ങിൻ്റെ തടത്തിലിടുന്ന വളം അധികം റബ്ബർ വലിച്ചുകൊണ്ട് പോകാതെ നമ്മളെ സഹായിക്കും. ചെറിയ തൈമരങ്ങൾക്ക് നമ്മൾ 1 മീറ്റർ 2 മീറ്റർ വ്യാസത്തിലാണ് തടമെടുത്തിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ വളക്കട ചെന്നപ്പോൾ കുമ്മായം കിട്ടിയില്ല, അതിന് പകരം ഡോളോമൈറ്റാണ് കിട്ടിയത്. ഡോളോമൈറ്റ് ഒരു ചെറിയ തൈകൾക്ക് ഒരു 1/2 കിലോ വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ തൈത്തെങ്ങുകളാണ് കാണുന്നത്. പന്നി കുത്താതിരിക്കാൻ വേണ്ടിയാണ്. പന്നിയുടെ ശല്യമുണ്ട്. അപ്പോൾ അതിന് പന്നിയുടെ ശല്യം ഒഴിവാക്കാൻ വളരെ കുറവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാക്ക് ചുറ്റി കൊടുത്തിരിക്കുന്നത്. ചാക്കിൻ്റെ ഒരു വെള്ള കളർ കണ്ടാൽ പന്നി വന്ന് ആക്രമിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 8 മാസത്തോളമായി. 8 മാസത്തിന് മുമ്പ് നമ്മുടെ ഒരു 5-6 തെങ്ങിൻ തൈകൾ പന്നി കുത്തിക്കളയുകയുണ്ടായി. അതിന് ശേഷമാണ് ഈ ചാക്കിങ്ങനെ ചുറ്റി കൊടുത്തത്. അതിന് ശേഷം ഇതുവരെ പന്നിയുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ വലിയ തെങ്ങിന് എടുത്തിരിക്കുന്നതാണ് കാണുന്നത്. ഇതിന് നമ്മൾ ഡോളമൈറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 മീറ്ററോളം വ്യാസത്തിലാണ് ഇതിനെ നമ്മൾ തടമെടുത്തിരിക്കുന്നത്. തടമെടുത്തിട്ടിപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞു. ഡോളമൈറ്റ് ഇട്ടാലും ഒരു 10 ദിവസം 12 ദിവസത്തിന് ശേഷം വളമിടാവുന്നതാണ് വളക്കടയിൽ നിന്ന് നമ്മളോട് പറഞ്ഞത്. അതിന് പ്രകാരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, വളമിടാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ വിയറ്റ്നാം ഏർലിയാണ്. വെച്ചിട്ടൊരു 2 വർഷം ആകുന്നു. 2 വർഷം ആകാറായപ്പോഴാണ് ആദ്യത്തെ ചക്കയാണ് കാണുന്നത്. 2 ചക്കയുണ്ടായി. ഈ ചക്കയാണ് ആദ്യം ഉണ്ടായത്. അത് അത്യാവശ്യം വലിപ്പത്തിലേക്ക് വരുന്നു. ഇത് നമ്മുടെ റംബൂട്ടാൻ പ്ലാന്റുകളാണ് കാണുന്നത്. എല്ലാം തന്നെ റബ്ബറിൻ്റെ ഇടയ്ക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം റംബൂട്ടാൻ വെച്ചിട്ട് ഒരു 2 വർഷത്തോളം ആകുന്നു. കഴിഞ്ഞ വർഷം കായ്ക്കുകയുണ്ടായി. ഈ വർഷം കാ ലഭിച്ചിട്ടുണ്ട്. റബ്ബറിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ടാണ് കാ വളരെ കുറവാണ്. ചൂടലുള്ളതുകൊണ്ട് എല്ലാം ഒന്ന് വളർന്നതിന് ശേഷം റബ്ബർ വെട്ടാം എന്നാണ് വിചാരിക്കുന്നത്. ഈ വർഷത്തെ റംബൂട്ടാൻ ആദ്യമായിട്ട് ഈ വർഷത്തെ കായാണ്. ഉണക്ക് വളരെയധികം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് റബ്ബറുകൾ വെട്ടാത്തത്. ഫലവൃക്ഷങ്ങൾ വെച്ചിരിക്കുന്നതൊക്കെ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഒരു വളർച്ച എത്തിയതിന് ശേഷം റബ്ബർ വെട്ടി മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. റംബൂട്ടാനിലുണ്ടായിരിക്കുന്ന ഈ വർഷത്തെ ഉണ്ടായിരിക്കുന്ന കായ്കളാണ്. വളരെ കുറവാണ് കായ്കൾ, ചൂടുള്ളത് കൊണ്ടായിരിക്കാം. ഇത് നമ്മുടെ മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിൻ വെച്ചിട്ടും 2 വർഷത്തോളം ആകുന്നു. എല്ലാം ഏകദേശം ഒരേ കാലഘട്ടത്തിൽ വെച്ചതാണ്. മാംഗോസ്റ്റിൻ വെച്ചിട്ട് 2 വർഷത്തോളം ആകുന്നു. 2 മാംഗോസ്റ്റിനുകളാണ് നമുക്കുള്ളത്. ഇടയ്ക്ക് നിൽക്കുന്നത് വാളംപുളിയാണ്. അതും 2 വർഷത്തോളം ആകുന്നു വെച്ചിട്ട്. അത്യാവശ്യം വളർച്ചയുണ്ട്.